ഫാസ്റ്റ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗുഡ്വിൻ ജ്വല്ലേഴ്സ്. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. മുംബൈയിൽ വീണ്ടും കെട്ടിട ദുരന്തം. ഘാട്കോപ്പറിലെ സായി ദർശൻ കെട്ടിടം തകർന്നു മരിച്ചവരുടെ എണ്ണം 18ആയി. കെട്ടിടത്തിന്റെ രൂപകൽപ്പനയിൽ അനധികൃതമായി വരുത്തിയ മാറ്റങ്ങളാണ് ദുരന്തത്തിന് കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. വീണ്ടും ഒരു കെട്ടിട ദുരന്തത്തിന് നഗരം സാക്ഷിയായപ്പോൾ കാലപ്പഴക്കം ചെന്ന നൂറുകണക്കിന് കെട്ടിടങ്ങളിൽ അന്തിയുറങ്ങുന്നവർ ആശങ്കയിലാണ്. ഘാട്കോപ്പറിലെ ദാമോദർ പാർക്കിൽ സ്ഥിതി ചെയ്തിരുന്ന 4 പതിറ്റാണ്ട് പഴക്കമുള്ള ശശിദർശൻ എന്ന കെട്ടിടമാണ് നിലംപൊത്തി 18 പേരുടെ ജീവൻ അപഹരിച്ചത്. മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന പിതൃതർപ്പണത്തിൽ 10,000 പങ്കെടുത്തു. മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന വാവുബലിയിൽ 10,000 പിതൃതർപ്പണത്തിൽ പങ്കെടുത്തു. ബദലാപൂർ, രാമഗിരി ആശ്രമം, നെരൂൾ, ഗുരുദേവഗിരി എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർ ബലിതർപ്പണത്തിനായി എത്തിയത്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പിതൃക്കൾ കർക്കിടവാവ് ദിവസം നമ്മളെ സന്ദർശിക്കുന്നു എന്ന വിശ്വാസമാണ് ഈ ബലിയിടലിന്റെ പ്രധാന സന്ദേശം തന്നെ. ഗുരുദേവഗിരിയിൽ നടന്ന പിതൃതർപ്പണത്തിൽ 2500-ലധികം പേർ പങ്കെടുത്തുവെന്ന് സംഘാടകർ പറയുന്നു. ആർഷ ഭാരത സംസ്കാരത്തിൽ ഗൃഹസ്ഥാശ്രമികൾ അനുഷ്ഠിക്കേണ്ടുന്ന പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗമായി പിതൃയജ്ഞം വളരെ ശാസ്ത്രീയമായ രീതിയിൽ എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഇവിടെ നടത്തിവരുന്നത്. പുലർച്ചെ ആരംഭിച്ച ബലിതർപ്പണം പല ബാച്ചുകളിലായി 12 മണിവരെ നീണ്ടുനിന്നു. മന്ത്രമുരുവിട്ട് പൂവും കറുകയും തൂകി ബലിപ്പിണ്ടം തലയിലേന്തി ക്ഷേത്ര പരിസരത്തുള്ള ജലാശയത്തിൽ മുങ്ങി നിവർന്നാണ് ഇവിടെ ഭക്തർ തർപ്പണം ചെയ്ത് സായുജ്യം നേടിയത്. തുടർന്ന് നടന്ന തിലഹവനത്തിലും ധാരാളം പേർ പങ്കാളികളായി. മഹാനഗരത്തിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ചടങ്ങുകൾ നമ്മുടെ സംസ്കാരവും മൂല്യവും കാത്തുസൂക്ഷിക്കുകയും പുതിയ തലമുറയ്ക്ക് പകർന്നാടുകയും ചെയ്യുന്നു. ഹിന്ദു വിശ്വാസമനുസരിച്ച് പിൻതലമുറയെ ഓർത്തു വേണം ജീവിതം സഫലമാക്കാൻ. പൂർവികരുടെ സ്മരണയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങുകൂടിയാണ് പിതൃതർപ്പണം. റായ്ഗഡ് ജില്ലയിലെ ഇതര ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെ ആചാര്യനായ ഹേമാകീർത്തിയുടെ കാർമ്മികത്വത്തിൽ ഗാന്ധ കോളനിയിലുള്ള ഗാന്ധേശ്വർ ശിവക്ഷേത്രാങ്കണത്തിൽ ഇത്തവണ 1000-ലധികം പേർ പിതൃതർപ്പണം നടത്തി. മരിച്ചുപോയവരെ സ്മരിച്ച് ബലി കൊടുക്കുന്നതോടൊപ്പം ജീവിച്ചിരിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുവാനുള്ള സന്ദേശം കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ. മുംബൈയിൽ ട്രെയിനിൽ നിന്ന് വീണ് 2 കാലുകളും നഷ്ടമായ മലയാളി യുവാവിന് സഹായഹസ്തവുമായി വിവിധ സംഘടനകൾ രംഗത്ത്. ജോലി ലഭിച്ച് ഓഫീസിലേക്കുള്ള ആദ്യ യാത്രയിലായിരുന്നു കുടുംബത്തിലെ ഏക അത്താണിയായ ബിബിനെ ദുരന്തം വേട്ടയാടിയത്. മുംബൈയിലെ തിരക്ക് പിടിച്ച സബർബൻ ട്രെയിൻ യാത്രയുടെ മറ്റൊരു ബലിയാടാണ് 23 വയസ്സ് പ്രായമുള്ള ബിബിൻ ഡേവിഡ്. ഓഫീസിലേക്കുള്ള ആദ്യ യാത്രയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് ട്രെയിനിൽ നിന്ന് താഴെ വീണ് 2 കാലുകളും നഷ്ടമായത്. നിർധനരായ മലയാളി കുടുംബത്തിന് നേരിട്ട ദുരന്തത്തിൽ വിവിധ മലയാളി സംഘടനകൾ സഹായഹസ്തവുമായി രംഗത്തെത്തി. പൻവൽ മലയാളി സമാജം ഭാരവാഹികൾ 1,25,000 രൂപയുടെ ചെക്ക് ബിബിന്റെ അമ്മയ്ക്ക് കൈമാറിയാണ് മാതൃകയായത്. കഴിഞ്ഞ ദിവസമാണ് പത്രമാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിരുന്നു. അന്നേരം ഒരു 2 കാലം നഷ്ടപ്പെട്ട ഒരു മലയാളി യുവാവിനെ സഹായിക്കുക എന്നുള്ളത് ഇവിടെ ഉള്ള എല്ലാ മലയാളി സംഘടനകളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ സമാജത്തിൽ നിന്ന് ഒരു തുക അവർക്കൊരു കൈത്താങ്ങായ ഒരു തുക കൊടുക്കുകയാണ് ചെയ്തത്. ബിബിന്റെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും സഹായ വാഗ്ദാനവുമായി മലയാളി കൂട്ടായ്മകൾ രംഗത്ത് വന്നത് പ്രശംസനീയമാണ്. കല്യാൺ ഡോംബിവിലി ട്രെയിൻ കൂട്ടായ്മ സമാഹരിച്ച 50,000 രൂപ ബിബിന്റെ അമ്മയ്ക്ക് കൈമാറി. കൂടുതൽ സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിബിനെ മാറ്റുവാനും മലയാളികളുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. ഈ ഒരു സംഭവം വാസ്തവത്തിൽ എല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടായൊരു സംഭവമായിരുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചു. പക്ഷേ ഈ കുടുംബം ഇനിയുള്ള കാലങ്ങളിൽ ചികിത്സയ്ക്കും മറ്റുമായിട്ട് ഇവിടെ ഒട്ടനവധി മലയാളി സംഘടനകളുണ്ട്. ഈ ഞങ്ങളെപ്പോലുള്ള കുറച്ച് കൂട്ടായ്മകളുണ്ട്, കുറച്ച് ഫ്രണ്ട് സർക്കിൾ. അങ്ങനെ ഇവരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ കുട്ടിക്ക് കിട്ടും പ്രത്യാശയുണ്ട്. സുമനസ്സുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും പ്രാർത്ഥനയുമാണ് തന്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമെന്ന ഏക പ്രത്യാശയെന്ന് പ്രസന്ന പറഞ്ഞു. എനിക്ക് എൻ്റെ കുഞ്ഞ് ഇന്ന് 8 ദിവസമായി ആശുപത്രിയിൽ കിടക്കുന്നു. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് പല സംഘടനകളുടെ സഹായങ്ങളും പല ആൾക്കാരുടെ സഹായങ്ങളും പുറത്തുനിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാവരോടും കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു, വേറൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ. ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് ഗ്രാൻഡ് ഫിനാലേക്കായി മുംബൈ ഒരുങ്ങി. ഓഗസ്റ്റ് 20-ന് വാശി വിഷ്ണുദാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ വിജയികളെ തിരഞ്ഞെടുക്കും. ഓഗസ്റ്റ് 20-ാം തീയതി രാവിലെ 10 മണി മുതൽ വാശി വിഷ്ണുദാസ് ഭാവെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ 2 വിഭാഗങ്ങളിലായിരിക്കും. കാദംബരി പുഷ്പസദസ്സിൽ
ക്ലാസിക് റൗണ്ടിന് ശേഷം മത്സര വിഭാഗത്തിൽ നടക്കുന്ന അടിപൊളിപ്പാട്ടുകളുടെ ഫാസ്റ്റ് റൗണ്ടിന് പൊലിമ കൂട്ടാൻ മുംബൈയിലെ വിവിധ ഡാൻസ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരിക്കും. കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ നൃത്തരംഗത്ത് സുപരിചിതരായ നിഷ ഗിൽബർട്ട്, സുർജിത് ദേവദാസ് തുടങ്ങിയവരാണ് ഈ വിഭാഗത്തിനായി നൃത്തങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് ഗായകരുടെ ഗാനാലാപനം, കൂടാതെ ആശിഷ് എബ്രഹാം നയിക്കുന്ന മിമിക്രി, അല്ലഭിന്ന ടീമിന്റെ സ്കിറ്റുകൾ തുടങ്ങിയ പരിപാടികളും ഗ്രാൻഡ് ഫിനാലയെ വർണ്ണാഭമാക്കും. മുംബൈ മലയാളികൾക്കായി വിഭാവനം ചെയ്ത ആദ്യ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലയിൽ പ്രശസ്തരുടെയും പ്രമുഖരുടെയും നീണ്ട നിര തന്നെ സംബന്ധിക്കും. മുംബൈയിലെ മലയാളി ഗായകർക്കിടയിൽ പുത്തനുണർവാണ് ഗോൾഡൻ വോയ്സ് മ്യൂസിക് റിയാലിറ്റി ഷോ പ്രദാനം ചെയ്തത്. മുംബൈയിലെ 3 സ്ഥലങ്ങളിലായി നടത്തിയ ശബ്ദ പരിശോധനയിൽ നിന്നും തിരഞ്ഞെടുത്ത 35 ഗായകർ പങ്കെടുത്ത ആദ്യ റൗണ്ട് മത്സരത്തിന് വേദിയായത് ഡോംബിവിലി മോഡൽ കോളേജ് മിനി ഓഡിറ്റോറിയമാണ്. കൂടാതെ നെരൂൾ മലയാളി സമാജം, പൻവേൽ മലയാളി സമാജം, ബോറിവലി മലയാളി സമാജം, കാന്തിവലി സമാജം, കോപ്പർകർണെ അയ്യപ്പക്ഷേത്രം, CBD അർബൻ ഹാർട്ട്, ജനശക്തി ആർട്സ്, മീരാ റോഡ് മലയാളി സമാജം, വേൾഡ് മലയാളി കൗൺസിൽ, ഹീരനന്ദാനി മലയാളി സമാജം, തനിമ സാംസ്കാരിക വേദി തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങളാണ് ഗോൾഡൻ വോയ്സ് മ്യൂസിക് റിയാലിറ്റി ഷോയുടെ വിജയത്തിനായി വിവിധ ഘട്ടങ്ങളിലായി പ്രവർത്തിച്ചത്. ഓഗസ്റ്റ് 20 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ വിജയികളെ പ്രഖ്യാപിക്കും. 1ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 1 ലക്ഷം രൂപയും 3ാം സമ്മാനമായി 50,000 രൂപയും കൂടാതെ നിരവധി ആകർഷകമായ സമ്മാനങ്ങളും വിജയികളെ കാത്തിരിക്കുന്നു. ജ്വല്ലറി രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഗുഡ്വിൻ ജുവലേഴ്സ് ആണ് മുഖ്യ പ്രായോജകർ. അടുത്തായി മുംബൈയിലെ നഗര കാഴ്ചകളിലേക്ക്. മഴക്കാലവും കുടക്കച്ചവടവും. മുംബൈയിൽ മഴക്കാലമായതോടെ കുടവിപണി സജീവമായി. ജൂണിൽ തുടങ്ങി ഓഗസ്റ്റിൽ അവസാനിക്കുന്ന കുടവ്യാപാരമാണ് മുംബൈയിലേത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പുതിയയിനം കുടകളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. വർണ്ണത്തുണികൾ കൊണ്ട് മനോഹരമാക്കിയവ. നാടൻ കുടകളേക്കാൾ വില കുറഞ്ഞ ചൈനീസ് കുടകൾ വൈവിധ്യമാർന്ന നിറങ്ങളിൽ ലഭിക്കുന്നു. മഴയത്തും വെയിലത്തും ഉപയോഗിക്കാവുന്ന പുതുമയാർന്ന കുടകളാണ് ഇത്തവണ എത്തിയിരിക്കുന്നതെന്ന് ഫോർട്ടിൽ കുടയുടെ ഹോൾസെയിൽ വ്യാപാരം നടത്തുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയായ TVK അബ്ദുള്ള പറയുന്നു. വെയിലത്ത് ചൂട് കുറയാൻ വേണ്ടിയിട്ട് കൂടുതൽ പേരും ഈ വെള്ളക്കുടയാണ് ഉപയോഗിക്കുക. കറുപ്പ് കുട എന്ന് പറഞ്ഞാൽ വെയിലത്ത് നല്ല കൂടുതൽ ചൂടാണ്.
അപ്പോൾ ചിലവർ പിന്നെ വൈറ്റ് കൊടിയാണ് ഉപയോഗിക്കുക. ഒരു നെക്കിന് തുറക്കുന്നതും മറുനെക്കിന് അടയ്ക്കുകയും ചെയ്യുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് കുടകൾ, പുറത്തേക്ക് മടക്കുന്ന റിവേഴ്സ് കുട, ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് കുടകൾ, പരമ്പരാഗതമായ 8 വില്ലുകൾക്ക് പകരം 24 വില്ലുകളുള്ളവ എന്നിങ്ങനെ കുടവിപണിയിൽ വൈവിധ്യങ്ങൾ ഏറെയാണ്. കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്ന കാർട്ടൂൺ കുടകളും മാജിക് കുടകളും 3D കുടകളും വിവിധ വർണ്ണങ്ങളിൽ ലഭിക്കുന്നു. പുതിയ ഡിസൈനും കളർഫുള്ളുമായ കുടകളാണ് സ്ത്രീകൾക്ക് ഏറെ പ്രിയം. ഞാൻ എല്ലാ വർഷവും ഇവിടെ നിന്ന് വാങ്ങിക്കാറ്. നാട്ടിലെ കുടയെ അപേക്ഷിച്ച് നല്ല വിലയിൽ വ്യത്യാസമുണ്ട്. പിന്നെ ക്വാളിറ്റിയും നല്ലതാണ്, വെറൈറ്റി ഉണ്ട്. 5 മടക്കുകളുള്ള ചെറിയ കുടകൾക്ക് ആവശ്യക്കാർ ഇന്നും ഏറെയാണ്. 50 രൂപ മുതൽ 1500 രൂപ വരെയുള്ള കുടകൾ വിപണിയിൽ സുലഭമാണ്. 50 രൂപ മുതൽ 100 രൂപ കുട കിട്ടും. അതാണ് പ്രത്യേകത. ഇപ്പോൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തപ്പോൾ 100 രൂപേൻ്റെ കുട വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടും. അതേ സ്ഥാനത്ത് നമ്മൾ നാട്ടിലൊരു കടയിൽ പോയി കഴിഞ്ഞാൽ 250, 300, 400 രൂപ കുട അതിൽ കുറച്ച് കിട്ടുന്നതല്ല. എത്ര വൈവിധ്യങ്ങളുണ്ടെങ്കിലും ഒറ്റമടക്കുള്ള പഴയ കറുത്ത ശീല കുടകൾ വാങ്ങി ഈ മഴക്കാലം തള്ളി നീക്കുന്നവരാണ് മുംബൈയിൽ അധികവും.